ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ. 3 പേര് ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ഒരു തെങ്ങിലും ഒരു മാവിലും ഒരു പ്ലാവിലും ഒത്തിരി അതിൻ്റെ ശാഖ ഒടിവോളം ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ 3 പേർക്കും പലതരത്തിലുള്ള ചിന്താഗതികളാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഉദിച്ചു വന്നത്. എന്നാൽ അത്രത്തോളം ഫലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ വളരെ വ്യക്തമായിട്ട് വളവിടുകയും അതിനെ ശുശ്രൂഷിക്കുകയും പല പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുകയും ഒത്തിരി കഠിനാധ്വാനം ചെയ്യുകയും വേണ്ട രീതിയിൽ ആ ചെടിക്ക് അല്ലെങ്കിൽ ആ വൃക്ഷത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുകയും അതിനപ്പുറത്ത് ശക്തമായ രീതിയിൽ ഈശ്വര വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഫലമായിട്ടാണ് അങ്ങനെ അത് ഫലങ്ങൾ പുറപ്പെടുവിച്ചത്. ഇതുപോലെ തന്നെയാണ് ഭാരതീയ സംസ്കാരത്തിൽ ക്രൈസ്തവരും മുസ്ലിം സമുദായവും നൽകിയ സംഭാവനകൾ. ഈ സംസ്കാരത്തെ ആത്മീയതയ്ക്കപ്പുറത്തും ഭൗതികതയിൽ വളർത്തുന്നതിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അനേകം സാമ്പത്തിക സ്രോതസ്സുകൾ വന്നിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ഗോതമ്പ് പോലും നമുക്ക് മെയ്സുപിടിയും ഗോതമ്പുമെല്ലാം ഒത്തിരി നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്നു. ഈ പണമെല്ലാം സാധാരണ ഇന്ത്യക്കാർക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരികവും അതുപോലെ സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണം വളരെ കഷ്ടപ്പെട്ട് അന്നത്തെ മിഷണറിമാരും ഉസ്താദുമാരും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ സ്രോതസ്സെല്ലാം നശിപ്പിച്ചു കളയുകയാണെങ്കിലോ, ഇപ്പോഴും കുറച്ചെങ്കിലും കിട്ടുന്നതുണ്ടെങ്കിൽ അതിൻ്റെ സ്രോതസ്സുകൾ കാണിച്ചു തരണമെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്രോതസ്സെല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ എന്തൊരവസ്ഥയായിരിക്കും. ആയതിനാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുണ്ടാകുന്ന ആ സാമ്പത്തിക അവസ്ഥ മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത് അവരുടെ പുരോഗതിക്ക് വേണ്ടി ഇന്ന് കാണുന്ന ഇന്ത്യ വലിയൊരു ഇന്ത്യ തന്നെയാണ്. അത് സാമ്പത്തിക അടിത്തറയുടെ പുറയിൽ ഒത്തിരി പേര് കഠിനാധ്വാനം ചെയ്തതാണ്. മിഷനുമാരും അതുപോലെ തന്നെ ഇസ്ലാമിക സമുദായത്തിൽ ഒത്തിരി വ്യക്തികളും ഒത്തിരി കഠിനാധ്വാനം. എന്തോരം സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് സമുദായ സ്ഥാപനങ്ങളും എന്തോരം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തിപര ആശുപത്രി കെട്ടിടങ്ങളെല്ലാം ഉണ്ട്. ഇതിനെല്ലാം പുരോഗതിയിൽ പുറത്തുനിന്ന് പൈസ മുഴുവൻ ഇവിടെ ചെലവഴിച്ചെന്നുള്ള ഉദാഹരണമാണ്. ആയതിനാൽ വേണ്ട രീതിയിൽ മാത്രമേ, ആവശ്യകരമായ രീതിയിൽ മാത്രമേ നിയമങ്ങൾ ഉണ്ടാക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ